ഹലോ, ഏവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരു ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പഠിക്കുന്നതിനിടയ്ക്ക് ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചു. ഇതായിരുന്നു സംശയം. 8+2√15 വർഗ്ഗമൂലം എത്രയാണ്? വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 8+2√50? 4 ഓപ്ഷൻസ് കാണുന്നുണ്ട്. സാധാരണ സ്ഥിതിയിൽ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരു 5-6 സ്റ്റെപ്പുകൾ, മിനിമം ഒരു 5-6 സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ നിമിഷങ്ങൾക്കകം നമുക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെ നോക്കാം? ഇവിടെ 8 എന്ന സംഖ്യയുണ്ട്. ഇവിടെ എന്താണെന്ന് നോക്കൂ, 15. ഇവിടെ 8 എന്ന സംഖ്യ നമുക്ക് കൂട്ടിയാൽ കിട്ടണം, 15 ഗുണിച്ചാൽ കിട്ടണം. അപ്പൊ കൂട്ടിയാൽ 8 കിട്ടുകയും ഗുണിച്ചാൽ 15 കിട്ടുകയും കിട്ടുന്ന സംഖ്യ ഏതൊക്കെയാണ്? അത് 5ഉം 3ഉമാണ്. 5നെ 3 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. 5നോട് 3 കൂട്ടിയാൽ എന്ത് കിട്ടും? 8 കിട്ടും. നമുക്ക് 2 സംഖ്യ കിട്ടിയല്ലോ. ഒന്ന് 5 ആണ്, ഒന്ന് 3 ആണ്. എന്ത് ചെയ്യും? നമ്മള് 5യുടെ റൂട്ടിനകത്ത് എഴുതുന്നു, 3യെയും റൂട്ടിനകത്ത് എഴുതുന്നു. √5 √3. ഇവിടെ മിഡില് പ്ലസ് ആണ് സൈൻ, ചിഹ്നം പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു? പ്ലസ് എഴുതുന്നു. സോ വാട്ട് ആൻസർ? ആൻസർ ഈസ് √5 + √3. ഇതാ ഓപ്ഷൻ സി, √5 + √3. മനസ്സിലായി കാണുമല്ലോ. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 5 - 2√6. എന്താണ്? 5 - 2√6ന്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കുക. ഇവിടെ നോക്കൂ, ഇവിടെ 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടിയാൽ 5 കിട്ടണം. ഈ റൂട്ടിനകത്ത് എന്താണ്? 6 ആണല്ലോ. ഗുണിച്ചാൽ 6 കിട്ടും. അപ്പൊ ഗുണിച്ചാൽ 6 കിട്ടുകയും കൂട്ടിയാൽ 5 കിട്ടുകയും ചെയ്യുന്ന സംഖ്യ ഏതാണ്? അത് 3ഉം 2ഉമാണ്. 3 ഗുണിക്കേണ്ട 2 എത്രയാണ്? 6 ആണ്. 3 + 2 എത്രയാണ്? 5ഉമാണ്. സംഖ്യ 3, 2 ആണല്ലോ. നമ്മൾ എന്ത് എഴുതുന്നു? 3 എഴുതുന്നു, റൂട്ടിനകത്ത് എഴുതുന്നു, 2 എഴുതുന്നു, റൂട്ടിനകത്ത്. നടുവിൽ മൈനസ് ചിഹ്നമായതുകൊണ്ട് എന്ത് എഴുതുന്നു? നമ്മള് √3 - √2. സോ സ്ക്വയർ റൂട്ട് ഓഫ് √5 - 2√6 എന്താണ്? √3 - √2. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്തു നോക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, സംശയമുള്ളവർ ചോദിക്കുക. ഓക്കെ, ട്യൂഷൻ എടുക്കുന്നുണ്ട്. +1 മാത്സ്, CBSE 10th മാത്സ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ബൈ.